ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിഷുവിന് സദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട കറിവേപ്പിലകളൊക്കെ ആദ്യം തന്നെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയിഞ്ചി, അച്ചാർ, ഇത്രയും സാധനം ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ പിറ്റേന്ന് പണി കുറച്ച് കുറയുമല്ലോ. പിന്നെ ഓണമൊക്കെ ആണെങ്കിൽ അരിഞ്ഞൊക്കെ വെക്കും എല്ലാം. അപ്പോൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. വിഷുവിന് പിന്നെ എന്തായാലും രാവിലെ കണി വെക്കാൻ എഴുന്നേൽക്കണം. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അടുക്കളയിലേക്ക് കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിഞ്ഞൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി. വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ ശേഷമാണ് കേട്ടോ. അത് പുളിയിഞ്ചിയും അച്ചാറും ഒരുമിച്ച് തന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മോള് തൊലി ഒളിച്ചൊക്കെ തന്ന്, പിന്നെ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുത്തു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.
അങ്ങനെ ഇതാ അച്ചാറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കി വെച്ചിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം അതിലേക്ക് മാങ്ങ ചെറുതായിട്ട് നുറുക്കിയത് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. ഞാൻ ആക്കിയപ്പോൾ കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം തിളപ്പിച്ച് ആറിയ ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ വിഷുവിന് പടക്കം പൊട്ടിക്കലും അങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചില സമയത്ത് ചില വീഡിയോ ഭാഗങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അതാണ് ഞാൻ റെസിപ്പിയായിട്ട് പറയാത്തത് കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് അച്ചാർ റെഡിയായി. ഇനി അത് മാറ്റി വെച്ചിട്ട് പുളി അവിടെ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് തിളയ്ക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ അച്ചാറൊക്കെ റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയി വരുന്ന. ഇനിയിപ്പം അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി അങ്ങനെ ചിലരിടാറില്ല, ചിലരിടാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ പുളി ഇഞ്ചിയിലുള്ള ആ വെളുത്തുള്ളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ പുളിയിഞ്ചിയും പപ്പടവും മാത്രം കൂട്ടി ചോറുണ്ണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോറുണ്ണാൻ. അങ്ങനെ പുളിയിഞ്ചിയുടെ കാര്യം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇതാ കടുക് വറുത്ത് ഇടുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ പുളിയിഞ്ചി ഓക്കെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ട്, പുളിയിഞ്ചിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറേ ദിവസം നിൽക്കും. 1-2 ദിവസമൊക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ ഇതാ ഇപ്പോൾ മുറ്റത്തേക്ക് പോയി. മുറ്റത്ത് ഇവിടെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. മോൻ കുറച്ച് പേടിയുണ്ട്, കമ്പിത്തിരി മാത്രം കത്തിക്കും. പക്ഷേ മോക്കിപ്പോൾ ഇപ്രാവശ്യം കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ചെറുതാവുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു.
എവിടെയെങ്കിലും പടക്കം പൊട്ടുന്ന കേട്ടാലും കൂടെ ഇവിടെ വീട്ടിലിരുന്ന് കരയും. ചിറ്റപ്പൻ്റെ അടുത്ത് പൊട്ടിക്കണ്ട പറയുക, അപ്പാടെ അടുത്ത് പൊട്ടിക്കണ്ട പറയുക പറഞ്ഞിട്ട് കരയായിരുന്നു. അപ്പോൾ മുമ്പ് ഒരു പ്രാവശ്യം മേശപ്പൂവ് അങ്ങനെ എന്തോ കത്തിച്ചിട്ട് അനിയൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അതിന് ശേഷം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്രാവശ്യം ഇതാ അവൾ തന്നെയാണ് നല്ലതും കത്തിക്കുന്നതും ഒക്കെ. അല്ല ഞാനോ അല്ല വീഡിയോ ഓണാക്കി വരുമ്പോഴത്തേക്കാ കഴിഞ്ഞു. അത്ത എടുക്കണ്ട്. ഡിസ്കോ കളിച്ചിട്ട് വീഴല്ലേ, വീഴല്ലേ, നിന്നടുത്ത് നിന്ന് നടക്കരുത്. ഒന്ന് മാറി മാറി. മുട്ടടാ ഈ കത്തിക്കണേ. ഞാൻ ഇങ്ങോട്ട് കാലൊക്കെ ഒന്ന് കയറ്റിക്കട്ടെ. ഈ കലാപരിപാടി ഇങ്ങനെ കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ, രാവിലത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.